ഈ വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റെടുത്തതിന് ശേഷം UDFന്റെ യോഗം നടന്നിരുന്നില്ല, LDFന്റെ നടന്നില്ല. UDF നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ബോർഡ് കോർപ്പറേഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾക്ക് യോഗം തുടക്കം കുറിക്കും. പ്രധാന ബോർഡുകൾ, കോർപ്പറേഷനുകൾ ഇവയൊക്കെ ലക്ഷ്യമിട്ട് ഘടകകക്ഷികൾ രംഗത്തുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ പദവിക്കായി മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പിടിമുറിക്കുന്നുണ്ട്. ATDC വനിതാ കമ്മീഷൻ ചെയർമാൻ പദവികളിലേക്കും ചരടുവലി ശക്തമാണ്. വിവരാവകാശ കമ്മീഷനിലും KMCയിലും കണ്ണുവെച്ചും വിവിധ ഘടകകക്ഷികൾ നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ ആവശ്യപ്പെടാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. റോഷിപ്പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപ്പാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നാണ് നിർണായകമായ UDF യോഗം. അതിൽ ഒരു പക്ഷേ ഈ ഘടകകക്ഷികൾ തങ്ങളുടെ താല്പര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. കോൺഗ്രസിൽ തന്നെ ബോർഡ്, കോർപ്പറേഷൻ, കമ്മീഷൻ ഇതൊക്കെ ആർക്ക് കൊടുക്കണം എന്ന കാര്യത്തിലൊക്കെ വ്യത്യസ്ത നിലപാടുകളുണ്ട്. നേതാക്കന്മാർ അവരവരുടെയൊക്കെ ഒപ്പം നിൽക്കുന്നവരുടെ പേരുകളൊക്കെ സമർപ്പിക്കും. എല്ലാവരും കാത്തിരിക്കുന്ന യോഗമാണ് അല്ലേ റോഷിപ്പാൽ? അരുൺകുമാർ, UDF സർക്കാർ അധികാരമേറ്റെടുത്ത 2.5 മാസത്തിന് ശേഷമാണ് UDF യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുക ബോർഡ് കോർപ്പറേഷൻ വിഭജനം തന്നെയാണ്. UDFലെ ഘടകകക്ഷികൾക്ക് എത്ര ബോർഡുകൾ, കോർപ്പറേഷനുകൾ വീതിച്ചു നൽകണം എന്നതിനെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾക്ക് ഇന്ന് തുടക്കം കുറിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് ഘടകകക്ഷികളുമായി പ്രത്യേകം ചർച്ചകൾക്ക് കോൺഗ്രസ് തയ്യാറാകും. അതിനുശേഷമാകും അന്തിമ തീരുമാനമുണ്ടാവുക. ഏതായാലും ബോർഡ് കോർപ്പറേഷൻ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട ബോർഡുകളും കോർപ്പറേഷനുകളും കമ്മീഷനുകളും ലക്ഷ്യമിട്ട് UDFനകത്തും കോൺഗ്രസിനുമൊത്തൊക്കെ ചർച്ചകളും സജീവമാണ്, ചരടുവലികളും സജീവമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണപരിഷ്കാര കമ്മീഷനാണ്. ഭരണപരിഷ്കാര കമ്മീഷന് വേണ്ടി മുസ്ലിം ലീഗ് പിടിമുറിക്കുന്നുണ്ട്. മറുഭാഗത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമുണ്ട്. കാരണം UDFിലെ ഏറ്റവും മുതിർന്ന നേതാവ് PJ ജോസഫിനെ ഭരണപരിഷ്കാര കമ്മീഷൻ പദവിയിൽ നിയമിക്കണമെന്ന ആവശ്യമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ MK മുനീറിനെ നിയമിക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നു. സമാനമായി തന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി, PSC അംഗങ്ങൾ, ഏതാണ്ട് 5 PSC അംഗങ്ങളുടെ ഒഴിവ് നിലവിലുണ്ട്. അതേപോലെ വിവരാവകാശ കമ്മീഷണറേറ്റിൽ ഏതാണ്ട് 2 അംഗങ്ങളുടെ ഒഴിവുണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ ഒഴിവുണ്ട്. പലയിടങ്ങളിലും പിരിച്ചുവിട്ട് പുതിയ നിയമനം നടത്തണമെന്ന് ആവശ്യമുണ്ട്. KFC ഉണ്ട്, KTDFC ഉണ്ട്, അങ്ങനെ തുടങ്ങിയ KSFU ഉണ്ട്, തുടങ്ങിയ പ്രധാനപ്പെട്ട പലയിടങ്ങളിലും, അതേപോലെ മൈനോറിറ്റി കമ്മീഷൻ, അങ്ങനെയുള്ള പലയിടങ്ങളിലും UDFിൽ തന്നെ ഘടകകക്ഷികൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെ വിശദമായ ചർച്ച വേണം, എന്നാലേ തീരുമാനമുണ്ടാകും. അതിനിടയിൽ മുസ്ലിം ലീഗ് ആണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ബോർഡ് കോർപ്പറേഷൻ അംഗങ്ങൾ വേണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം LDF സർക്കാരിൻ്റെ കാലത്ത് ബോർഡ് കോർപ്പറേഷൻ അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് UDFിൽ ചർച്ചയാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് മദ്യനയമാണ്. കാരണം സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം UDFിനകത്തുണ്ട്, കോൺഗ്രസിനകത്തുണ്ട്. ഈ സാഹചര്യത്തിൽ വിഷയം ഇന്ന് മുന്നണിയിൽ ചർച്ചയാകും. സമാനമായി PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന സർക്കാർ നിലപാട്, ആ വിഷയം അവിടെ ഉന്നയിക്കും. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങളൊക്കെ ഇന്ന് യോഗത്തിൽ ചർച്ചയാകും. കോൺഗ്രസിനകത്ത് തന്നെ മുഖ്യമന്ത്രിയുമായി ചില ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ ഘടകകക്ഷികൾ ഉയർത്താൻ സാധ്യതയുണ്ട്. കാരണം മുന്നണിക്കകത്ത് സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ തർക്കമുണ്ടായി കഴിഞ്ഞാൽ അത് പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന ഒരു വിമർശനം ഉയരാനും സാധ്യതയുണ്ട്. ഏതായാലും വളരെ വിശദമായ ചർച്ചകൾ ഒരുപക്ഷെ ഇന്നത്തെ UDF യോഗത്തിൽ നടക്കും. റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിർണായകമാണ് ഇന്നത്തെ UDF യോഗം. അതിൽ പലരും കണ്ണു നട്ടിരിപ്പുണ്ട്. വനിതാ കമ്മീഷൻ, KTDC, KMC, അങ്ങനെ ഒരുപാട് കമ്മീഷനുകൾ കൊടുക്കാനുണ്ട്. പല നേതാക്കളും ചില ആളുകളെയൊക്കെ അടക്കി നിർത്തിയിരിക്കുന്നതും കമ്മീഷനിൽ വേണമെങ്കിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇതൊക്കെ ഇന്നിപ്പോൾ തീരുമാനമാവും.